ഹായ് മക്കളെ, +2 പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ, അതിപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ആകെ കൺഫ്യൂഷനിലാണ്, കുറച്ച് ടെൻഷനിലുമാണ്. കാരണം എന്താണ്? ഇംപ്രൂവ്മെന്റ് എക്സാം. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ +2 എക്സാമിന്റെ കൂടെ തന്നെയാണ് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. +1ന്റെ സെയിം പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. +1ന്റെ സെയിം എക്സാം സെയിം ഡേറ്റിനായിരിക്കും നിങ്ങളുടെ പരീക്ഷ എന്നുള്ളതും തെളിഞ്ഞു കഴിഞ്ഞു. ആൻഡ് നമുക്ക് മാർക്ക് കുറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ആവേശത്തിന് 3 സബ്ജക്റ്റും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്ററും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴാണ് മറ്റേ ചിന്ത തുടങ്ങിയത്. സർ, രണ്ടും കൂടെ നടക്കുമോ? +2 തന്നെ നടക്കുന്നില്ല, അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാമും കൂടെ പഠിക്കുക? ഒന്നാമത്തെ ഡൗട്ട്. ഇനി രണ്ടാമത്തെ, ഇംപ്രൂവ്മെന്റിന് പഠിച്ചിട്ട് +2ന്റെ മാർക്ക് കുറയോ? അടുത്തത്. ഇനി മൂന്നാമത്തത്, സാറെ കലോത്സവമുണ്ട്, കായികമേള ഉണ്ട്, അതെങ്ങനെ, അതിൻ്റെ കൂടെ എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യും? അതേപോലെ തന്നെ ലാബ് ഒരുപാട് വർക്ക് ഉണ്ട്, പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കൂടെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലല്ലേ നിങ്ങൾ? നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വെബിനാറുമായിട്ട്, അതായത് യൂട്യൂബ് ലൈവോ സ്റ്റഡി പ്ലാനോ ഒന്നുമല്ല, നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്തിട്ട് സൂമിൽ നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കാൻ പോവാണ്. ഏതാ ദിവസം? നവംബർ 14 തീയതി വ്യാഴാഴ്ച രാത്രി 7:30 സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒരുമിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഒരു വെബിനാർ. ആൻഡ് ഈ വെബിനാറിലേക്ക് ആദ്യത്തെ 1000 കുട്ടികൾക്കാണ് സൂമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുക. മറ്റേ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് യൂട്യൂബിലേക്ക് വരേണ്ടി വരും. വെബിനാറിൽ നിങ്ങളുടെ സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കണമെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. വെബിനാർ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഡേറ്റ് മറക്കണ്ട. ഈ വ്യാഴാഴ്ച രാത്രി 7:30 മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, വെബിനാറിൽ ഞങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചാൽ 6, 3, 9 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. സോ വ്യാഴാഴ്ച രാത്രി 7:30 കാണാം. ബൈ ബൈ.